ഹായ് ഗൈസ്, പവിത്രം പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണും ദീപ്തിയും തമ്മിലുള്ള അടുപ്പം ശക്തമാണെന്നും തനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ആലോചനയുമാണ് വേദ. ഇത് ശ്രീജയോടും വിക്രമിനോടും പങ്കുവെക്കുന്നുമുണ്ട്. വരുൺ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ദീപ്തി മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ അവനെ കണ്ട് ആശ്വസിപ്പിക്കുന്നുമുണ്ട്. വേദ വിക്രമിനോട് ചോദിക്കുന്നു, ഇത്രമാത്രം അവളെ സ്വാധീനിക്കാൻ അവൻ എന്താ അവളോട് ചെയ്തേ എന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന്. നമുക്ക് അവളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വരുൺ പിന്മാറണം, അങ്ങനെ ആയാലോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. വേദ അതേപ്പറ്റി ആലോചിക്കുന്നു. പിന്നീട് വരുണും ദീപ്തിയെയുമാണ് കാണിക്കുന്നത്. ദീപ്തി വരുണിന് ഒരു പൂക്കളുടെ ബൊക്കെ കൊടുത്ത് പറയുന്നുണ്ട്, വരുൺ ഇപ്പൊ എന്നോട് പറഞ്ഞതും ആ കുട്ടിയോട് പറയാൻ കാത്തിരുന്നതുമായിട്ടുള്ള 2 വാക്കിന്റെ വാല്യൂ ഓർത്തിട്ടുണ്ടോ? ശരിക്കും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഈ 2 വാക്കുകളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. സോറി, താങ്ക് യു. ക്ഷമ ചോദിക്കാനും നന്ദി പറയാനും കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതം മനോഹരമാവും വരുൺ എന്ന്. അന്നേരം ഇവിടെ വേദ വിക്രമിനോട് പറയുന്നത്, ശ്രീകാര്യം ശ്രീനിവാസിനു വേണ്ടി എൻ്റെ അനുജത്തിയുടെ കാര്യം പറഞ്ഞ് വിലപേശാൻ ആരും വരണ്ട, നിങ്ങളും ഇതിൽ ഇടപെടുകയും വേണ്ട എന്ന് പറഞ്ഞ് തീരും മുമ്പേ വിക്രം പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയായതുകൊണ്ടാ അത് വേണ്ടാന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ, വിക്രം സ്വാമിക്ക് ഇപ്പോൾ ആ തോന്നലൊക്കെ ഉണ്ടായോ എന്ന് തിരിച്ചും ചോദിക്കുന്നു വേദ. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്ന വിക്രത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആഗ്രഹിച്ചതും വേദ കേൾക്കാൻ കൊതിച്ചതുമായ ഒരു കാര്യമാണ് അറിയാതെ വിക്രത്തിന്റെ വായിൽ നിന്നും വന്നത്. നല്ല ഒരു എപ്പിസോഡാണ് ഇനി അടുത്തതായി വരാനിരിക്കുന്നത്. ഈ എപ്പിസോഡിന്റെ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.